ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് EVs ഇപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ അവൈലബിൾ അല്ല. ആൻഡ് മാത്രമല്ല കിട്ടുന്ന EVs ആണെങ്കിൽ പോലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമ്മളിപ്പോൾ ഈവൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന നെക്സോൺ EV നോക്കുകയാണെങ്കിൽ അതിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ടാറ്റയാണ് ആദ്യമായിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു വണ്ടി കൊണ്ടുവന്നത്. അത് ടിയാഗോ EV ആയിരുന്നു. ടിയാഗോ EVക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിനെ അവർ എൻട്രി ലെവൽ EV സ്പേസിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. MG കോമറ്റ് വെച്ചൊന്ന് ട്രൈ ചെയ്തു, പക്ഷേ അതത്രയ്ക്ക് ഇങ്ങോട്ട് ഹിറ്റായില്ല. കേരളത്തിലെ വണ്ടി അത്യാവശ്യം വിറ്റുപോയെങ്കിലും നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ സെയിൽസ് അത്യാവശ്യം പൂറാണ്. ടിയാഗോ EVയുടെ സെയിൽസ് അത്ര മോശമല്ല. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഓട്ടോമൊബൈൽ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് 1983 നമ്മുടെ മാരുതിയുടെ 800 വരുന്ന സമയത്താണ്. ആ സമയത്താണ് ഇഷ്ടംപോലെ ആൾക്കാരിലേക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ നമുക്ക് പെട്ടെന്ന് പണി തരാത്ത ഒരു മാന്യമായിട്ടുള്ള ഒരു വാഹനം ആദ്യമായിട്ട് അവർ ലോഞ്ച് ചെയ്യുന്നത്. അതിന് മുമ്പ് അംബാസഡറും പത്മിനിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതല്ലാണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം എന്ന രീതിയിൽ അവരത് ഇറക്കി. ഇനിയിപ്പോൾ വീണ്ടും ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനൊരു സംഭവം നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം മാരുതി സുസുക്കി അവരുടെ ഇലക്ട്രിക് വണ്ടികൾ അതും ചെറിയ വണ്ടികളിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം അവരുടെ EVX കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു വാഹനത്തിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ക്രെറ്റ സെഗ്മെൻറ്റ്, അതായത് ഏകദേശം എബവ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് അത് നമുക്ക് ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് അടുത്ത വർഷം സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും വരും. ഈ വർഷം അവസാനം ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു മറ്റേ അൺവെയിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അടുത്ത വർഷം ബിഗിനിങ് ആയിരിക്കും ലോഞ്ച് വരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ അടുത്ത് മാരുതി സുസുക്കി ഇന്ത്യയിൽ പേറ്റൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഡിസൈനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതവർ കഴിഞ്ഞ 2023 ഓട്ടോ എക്സ്പോയിൽ കാണിച്ച EWX കോൺസെപ്റ്റ് എന്ന് പറയുന്ന വാഹനമാണ്. ആൻഡ് ഡിസൈൻ വൈസൊക്കെ ഇത് ഭയങ്കര ക്വർക്കി ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ആണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം ഒക്കെ കിട്ടുന്നുണ്ട്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു വാഹനമാണ്. അതായത് ഈ വാഗണാറിൻ്റെ ഒക്കെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഒരു ബോക്സ് പോലെ മാക്സിമം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വാഹനം. അങ്ങനെ തന്നെയാണ് ഒരു ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഇപ്പോൾ കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. C ഷേപ്പിലുള്ള DRLs പോലെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് EV ആയതുകൊണ്ട് ഇതിന് അങ്ങനെ ഗ്രില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഓഫ് ആണ്. നമുക്ക് നടുവിൽ സുസുക്കി ലോഗോ ഉണ്ട്. താഴത്തെ കുറച്ച് ഫങ്കി ആയിട്ടുള്ള ബമ്പറും സംഭവങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടി ഒരു SUV പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മറ്റേ ക്ലാഡിംഗ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അത് ഈ വണ്ടിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും. പക്ഷേ എന്നാലും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിൻഡോ ഒക്കെ നോക്കുകയാണെങ്കിലും രസമുള്ളൊരു സംഭവമാണ്. അതായത് മൊത്തത്തിൽ അവർ യെല്ലോയിൽ റാപ്പൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഫങ്കി ആയിട്ടുള്ളൊരു ഡിസൈൻ തീം പിടിച്ചിട്ടുണ്ട്. ഈവൻ നമുക്ക് വീൽസിലും ആ ഒരു യെല്ലോ തീം അവൈലബിൾ ആണ് അതിൻ്റെ ഡിസൈനിൽ. അതുപോലെ തന്നെ ഈ സിട്രോനൊക്കെ കൊടുക്കുന്ന പോലെ താഴത്തായിട്ടൊരു പെട്ടി പോലത്തെ സാധനം അവർ ആ കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ഭയങ്കര നീളമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് അണ്ടർ 4 മീറ്റർ വരാൻ പോകുന്ന വാഹനമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ അവർ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഹുഡ് കുറവാണ്, അതിൻ്റെ ലെങ്ത്ത്. ആൻഡ് മാക്സിമം സ്പേസ് ക്യാബിനിലേക്ക് കിട്ടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറും ബാക്കിലത്തെ ഡോറും നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സൈസും കൊടുത്തിട്ടുണ്ട്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ടെയിൽ ലാംപ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിട്ടില്ല കോൺസെപ്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ആ ഒരു C ഷേപ്പിൽ നിൽക്കുന്ന പോലത്തെ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും കണക്റ്റഡ് പോലെ ആയിരുന്നു. പിന്നെ ഇവിടെയും നമുക്ക് താഴത്ത് ആ ഒരു റിഫ്ലക്റ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവമൊക്കെ കാണാം. ഇത് കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബാക്കിൽ വൈപ്പറും വാഷറും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു താഴത്തെ വിൻഷീൽഡ് കാണാം, മുകളിൽ ആ ഒരു കർവേച്ചർ പോലെയാണ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ വണ്ടികളൊക്കെ വെക്കുന്ന സ്പോയിലറൊന്നും ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല എന്ന് പറയേണ്ടി വരും. ബട്ട് അഗെയിൻ ഇത് കോൺസെപ്റ്റാണ്. റിയൽ ലൈഫിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മൾ എക്സ്റ്റീരിയർ കണ്ട പോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഫങ്ഷണലാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കയറ്റി ഡാഷ്ബോർഡൊക്കെ ഭയങ്കര യുണീക്ക് ലുക്കിംഗ് ആക്കാനും നോക്കിയിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെൻട്രലായിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പോലത്തെ യൂണിറ്റ് അവൈലബിൾ ആണ്. ടച്ച് സ്ക്രീനാണ്. അത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ലെഫ്റ്റ് സൈഡിലായിട്ട് നടുവിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് എയർ കണ്ടീഷനിങ് കൺട്രോൾസ് ഒക്കെ അവൈലബിൾ ആണ്. അതും ഒരുപാട് ബട്ടൺസ് ഒന്നും ഇല്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കൊമറ്റിൽ കണ്ട പോലെ തന്നെ ഈ വാഹനത്തിൻ്റെയും നടുവിൽ അങ്ങനെ വലിയ ട്രാൻസ്മിഷൻ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചാടാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഡ്രൈവർ ഡോർ തുറക്കാൻ ബുദ്ധിമുട്ടാണ് അത് തരുന്നുണ്ട് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചാടി ഈസി ആയിട്ട് തുറക്കാം. മാത്രമല്ല ഇതിൻ്റെ സെൻറ്ററിൽ അവർ ആ ഒരു കൺട്രോൾ മോഡ്, അതായത് നമുക്കിപ്പോൾ ഡ്രൈവ് ന്യൂട്രൽ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിസം ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് ഒരു പച്ച ഇൻറ്റീരിയർ തീമാണ് ഡാഷ്ബോർഡിലൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കളർ തീമൊന്നും ശരിക്കുള്ള വണ്ടി വരുന്ന സമയത്ത് പ്രതീക്ഷിക്കണം എന്നില്ല. പിന്നെ ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് അവരിനി വണ്ടി ഇറക്കാൻ പോകുന്നതെന്നേ ഉള്ളൂ. വണ്ടി ഇതുപോലെ ഇരിക്കണം എന്നൊരു നിർബന്ധമില്ല. കാരണം നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ സുസുക്കിയുടെ കോൺസെപ്റ്റുകളൊക്കെ കാണുകയാണെങ്കിൽ എസ്പ്രസോയുടെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതും ശരിക്കും വന്ന വണ്ടിയും തമ്മിൽ വലിയ ബന്ധമേ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസിൽ പിന്നെ അവർ അറ്റ്ലീസ്റ്റ് EVX ഇറക്കിയ സമയത്ത് അതിൻ്റെ ടെസ്റ്റിംഗ് മോഡലും നമ്മുടെ കോൺസെപ്റ്റ് മോഡലായിട്ടൊക്കെ കുറച്ച് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അത് ഈ വാഹനത്തിൻ്റെ കേസിലും അവർക്ക് ആ ഒരു നീതി പുലർത്താൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇപ്പോൾ കാണാൻ അത്യാവശ്യം ഫങ്കി ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ആണ് ഈ വാഹനത്തിന് എക്സ്റ്റീരിയറിൽ വരുന്നത്. എനിവേ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഡിസൈൻ ബേസിസിലൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ മാരുതി സുസുക്കി ഇതിനപ്പുറത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്.
അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പോൾ പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടികൾ എടുക്കുകയാണെങ്കിൽ കൊമറ്റിൽ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ഉണ്ട്. പക്ഷേ എന്നാൽ ടിയാഗോ EVയിലൊക്കെ അവരൊരു നോർമൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുള്ള വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം കൺവേർട്ട് ചെയ്ത് EV ആക്കിയിരിക്കുകയാണ് എന്നേ ഉള്ളൂ. പക്ഷേ മാരുതി സുസുക്കി തൽക്കാലത്തേക്ക് അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകുന്നില്ല. അവർ ഡയറക്റ്റ് ആയിട്ട് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറാണ് ഈ ഒരു ചെറിയ സെഗ്മെൻറ്റിലുള്ള വണ്ടികളും കൊടുക്കാൻ പോകുന്നത്. KEV ആർക്കിടെക്ചർ എന്നാണ് മാരുതി സുസുക്കി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈവൻ നമ്മുടെ EVXൻ്റെ കോൺസെപ്റ്റ് പേരാണെങ്കിലും അതിൻ്റെ പ്ലാറ്റ്ഫോം Y8 എന്ന് പറഞ്ഞൊരു ബേസിസിലാണ് വരുന്നത്. പക്ഷേ ആ പ്ലാറ്റ്ഫോം ടൊയോട്ടയുടെ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ഇൻസ്പയർ ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത്. ടൊയോട്ടയുടെ 40PL എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഇൻസ്പിറേഷനാണ്. അതും ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ തന്നെയാണ്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ EVs എല്ലാം അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവരിപ്പോൾ താൽക്കാലികമായി പറയുന്നത്. നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ശരിക്കും വരുന്ന സമയത്ത് വണ്ടികൾ എങ്ങനെ ഉണ്ടാകുന്നത്. ഇതുവരെ കണ്ടിട്ടുള്ള സ്പൈ ഷോട്ട്സിലൊക്കെ EVX ആക്ച്വലി അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ്. അതിന് ഇൻറ്റീരിയർ ആണെങ്കിലും മൊത്തത്തിലുള്ള സ്ക്രീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു മാരുതി സുസുക്കി വണ്ടി അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും അവർ പറയുന്നത് ചെറിയ വണ്ടികളിലേക്കുള്ള EVs അവർ ഇറക്കാൻ പോകുന്നത് 2026 to 2027 ടൈം ഫ്രെയിമിലായിരിക്കും. ആദ്യം നമുക്ക് EVX വരും, അതിനുശേഷമായിരിക്കും ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നത്. പിന്നെ അത് ഇറക്കുന്നതിന് വേണ്ടി അവർ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ. അതിൽ തന്നെ ബാറ്ററിയും ഇവിടെ ലോക്കലൈസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള പരിപാടികളും അവർ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ആക്ച്വലി ആക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഇന്ത്യയിൽ മിക്ക കമ്പനികളും ബാറ്ററി പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ചിലപ്പോൾ BYDയുടെ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഫോക്സ്വാഗൻ അല്ലെങ്കിൽ കുറേ കമ്പനികളുണ്ട് അങ്ങനെ ഇലക്ട്രിക് കോമ്പണൻസ് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ടാറ്റയൊക്കെ കൂടുതലും പല ചൈനീസ് കമ്പനിയിൽ നിന്നുമാണ് ബാറ്ററി സോഴ്സ് ചെയ്യാറുള്ളത്. അത് മോശമായിട്ട് പറഞ്ഞല്ല, പക്ഷേ ഇവിടെ നമുക്ക് ലോക്കലി മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ മൊത്തത്തിലുള്ള ബാറ്ററിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ബാറ്ററിയുടെ കോസ്റ്റ് അത്യാവശ്യം നല്ല ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. EVX അതായത് ഇവരുടെ SUVക്ക് വേണ്ടി ഇവർ ബാറ്ററി സോഴ്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെൻസോ, തോഷിബ പോലുള്ള കമ്പനികളിൽ നിന്നാണ്. പിന്നെ BYDയിൽ നിന്നുള്ള ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയിൽ വരുന്ന ബാറ്ററീസും അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് അതിനുവേണ്ടി കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് എന്നും ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലേക്ക് വരാനുള്ള റീസൺ വാഗണാർ EV ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമായിരിക്കും. പണ്ട് അങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അവർ ആ വാഹനം ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ കുറേ പ്രോട്ടോടൈപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ വണ്ടി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ശരിക്കും അതിൻ്റെ പ്രൈസിങ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വന്നപ്പോഴേക്കും അവർ വിചാരിച്ച് ഈ പ്രൈസ് പോയിന്റിൽ ഈ വണ്ടി വിറ്റാൽ എന്തായാലും മുതലാവില്ല എന്ന്. അതുകൊണ്ടാണ് ആ ഒരു പ്ലാൻ അവർ ക്യാൻസൽ ചെയ്ത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു വണ്ടി ഈ വണ്ടികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കിട്ടിയേനെ. പക്ഷേ അത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ പ്ലാറ്റ്ഫോം അവർ ബേസ് ചെയ്തിട്ട് ഇറക്കാൻ പോകുന്ന ഒരു EV ആയിരുന്നു. പിന്നെ മാരുതി സുസുക്കിക്ക് 2030 മുമ്പ് 5 പുതിയ ഇലക്ട്രിക് വണ്ടികൾ ഇറക്കുക എന്നുള്ളൊരു പ്ലാനാണുള്ളത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 നമുക്ക് ഓൾറെഡി അറിയാം, ഇത് രണ്ടുമാണ്. ബാക്കി ഏതാണെന്നുള്ളത് അറിയേണ്ടി വരും. പക്ഷെ എന്നാൽ അങ്ങനത്തെ വണ്ടികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് സംഭവം. പിന്നെ 2031 ഫൈനാൻഷ്യൽ ഇയറിന് മുമ്പ് തന്നെ അവർ ടോട്ടൽ 5 ലക്ഷം ഇലക്ട്രിക് വണ്ടികളെങ്കിലും വിൽക്കും എന്നും പറയുന്നുണ്ട്. അതായത് അവരുടെ ടോട്ടൽ വണ്ടികളുടെ സെയിൽസിൻ്റെ 15% EVസിൻ്റെ സെയിൽസ് എത്തിക്കും എന്നതാണ് സംഭവം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടാറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 15,000 അവരുടെ റേഞ്ചിലാണ് അവർ EVs വിൽക്കുന്നത്. അതിനെയും വരും കാലങ്ങളിൽ കൂടും. കാരണം ഇപ്പം ഈ അടുത്ത് അവർ ടാറ്റ പഞ്ച് ഇറക്കിയല്ലോ, ഇതിൻ്റെ അകത്ത് കണക്കിനകത്ത് പഞ്ചില്ല. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്യൂച്ചർ EV പ്ലാൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.